ഏറ്റവും മികച്ച ക്ലാസുകളും ഏറെ മികച്ച റിസൾട്ട്സുമുള്ള ലോജിക് സ്കൂൾ ഓഫ് മാനേജ്മെന്റിൽ CA പഠിക്കാം, കരിയർ സുരക്ഷിതമാക്കാം. ലോജിക് സ്കൂൾ ഓഫ് മാനേജ്മെന്റ്. ഇപ്പോൾ എൻ്റെ പേഴ്സണൽ ഇത് പറയുകയാണെങ്കിൽ എൻ്റെ കരിയറിൽ വളരെ ഇൻവെസ്റ്റഡ് ആയിട്ടുള്ള രണ്ടാൾക്കാരാണ് എൻ്റെ അച്ഛനും അമ്മയും. ദേ ആർ എക്സ്ട്രീംലി ഇൻവെസ്റ്റഡ് ഇൻ ഇറ്റ്. അപ്പോൾ എന്നെ പറ്റി എന്തെങ്കിലും വീഡിയോസോ കോമൻസോ ഒക്കെ വരികയാണെങ്കിൽ എൻ്റെ അമ്മ എന്തായാലും അത് കാണും. ആൻഡ് ഇറ്റ്സ് വേ ഹേർട്ട്ഫുൾ. I have learned how to deal with it. They've not. They will never learn how to deal with it because your daughter is your daughter. എത്ര വലുതായാലും എത്ര പ്രായമായാലും. So she is never going to learn, how to deal with it. ഇപ്പം ഞാൻ പോയി എന്തെങ്കിലും ഇപ്പം if I'm low and I'm telling her that this comment is hurtful, അപ്പോൾ മേ ബി എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറയുമായിരിക്കും ഇതൊക്കെ എന്ത് വിട്ടുകളാ. ബട്ട് I know it's bothering her more than it's bothering me. ഉറപ്പായിട്ടും because അവരുടെ ബേബീനെ putting her out into the world. That's what. And obviously as parents they're very protective. മൂവിയുടെ സമയത്ത് I remember എന്നെ ഇങ്ങനെ ബുള്ളി ചെയ്യുന്ന സമയത്ത് my mom used to cry on set. She was with me the whole time. ഷൂട്ടിന്റെ സമയത്ത്. And there have been times where I have broken down. And എൻ്റെ അവസ്ഥ കണ്ടിട്ട് she's so helpless. We've gotten into this. 2ാം ക്ലാസ് തൊട്ടുള്ള ഡ്രീം എന്ന് പറഞ്ഞിട്ട് ഒരു ABCD അറിയാതെ ഇതിലേക്ക് ഇറങ്ങി ഓൾറെഡി. Now you have to deal with it. And she doesn't know how to എന്നെ എങ്ങനെ സമാധാനിപ്പിക്കണം, എങ്ങനെ സപ്പോർട്ട് ചെയ്യണം. It's all new to them also, അവരെൻ്റെ കൂടെ വളർന്നുകൊണ്ടിരിക്കുകയല്ലേ. So there have been times where she's just sitting and crying. ഞാനിരുന്ന് കരയാ, she's also sitting and crying. They shouldn't have to go through that. No, Exactly. They're just trying to be proud of their child. That's all they're really trying to do at the end of the day. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ where വേൾഡ് വൈഡ് റെക്കഗ്നിഷൻ കിട്ടുമ്പോൾ should we be celebrating it or should we be sitting and crying about what's happening around it? Context vendi I have to probably start saying why this conversation and why we're here today. Like I told you honestly, in all genuinity, എന്നെ അറിയാവുന്നവർക്ക് നന്നായിട്ട് അറിയാം, this has been a conversation I have been wanting to have for the last 5 years. Why? Because എനിക്ക് I am a highly emotional person. അത് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം. പക്ഷെ there are only very few things that have actually hit me this hard. ഇതിപ്പം ലൈക്ക് യു സെഡ് 2ാം ക്ലാസ് തൊട്ടുള്ള സ്വപ്നം എനിക്ക് നേരെ തിരിച്ചായിരുന്നു. ഞാനിത് സ്വപ്നം കണ്ടിട്ടില്ല. പ്ലേ ബാക്ക് സിംഗിങ്ങോ അല്ലെങ്കിൽ ഒരു പാട്ടുകാരി എന്നുള്ള ടാഗോ എൻ്റെ ജന്മത്തിൽ ഞാൻ സ്വപ്നം കണ്ടിട്ടില്ല. കാരണം ഞാൻ പാട്ട് പഠിച്ചിട്ടുമില്ല, അങ്ങനെ ഒന്നുമില്ല. പാടാൻ ഇഷ്ടമാണെന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ഈ മറ്റേ മോങ്കാനിന്റെ പറഞ്ഞ പോലെ വെറുതെ ഇരുന്നപ്പോഴത്തേനും ഒരു പാട്ടും വന്നാൽ ലൈക്ക് ഓക്കെ യെസ് പൊളിക്കാം പ്ലേ ബാക്ക് സിംഗ്. ഐ വാസ് ഗോയിങ് ത്രൂ എ ലോട്ട് ഓഫ് nonsense during my college time also. അപ്പോൾ ആ സമയത്ത് this was like a glimpse of light. ഇങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പക്ഷെ ഇതിന് മുന്നേ ഉണ്ടായിരുന്ന ഒരു വളരെ മികച്ച എക്സ്പീരിയൻസ് കാരണം ഞാൻ ഇങ്ങനെ ഒരു പാട്ട് ഇറങ്ങുന്നുണ്ടെന്നോ ഇങ്ങനെ ഒരു പാട്ട് റെക്കോർഡ് ചെയ്യുന്ന പോലും ഒരു മനുഷ്യനെ പോലും അറിയിച്ചില്ല. എൻ്റെ അച്ഛനമ്മയ്ക്കും പോലും അറിയില്ലായിരുന്നു. പാട്ട് റിലീസായി ഞാൻ മറ്റേ ആഘോഷിച്ചിട്ട് കുറച്ച് ഷോ ഓഫ് ഒക്കെ ചെയ്യാൻ റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേനും ദേ കിടക്കുന്നു ചട്ടിക്കലും. Full scene, full negative plan. I remember comments where people were actually sitting and saying ഇത് നമ്മൾ എത്ര വേഗം ഏറ്റവും ഡിസ്ലൈക്ഡ് വീഡിയോ ആക്കാമെന്ന് നോക്കാം. ഇതെന്താ കോമ്പറ്റീഷൻ ആയിട്ടൊക്കെ ആയിരുന്നു. എന്നിട്ട് അതിൻ്റെ അടി എൻ്റെ ഫേസ്ബുക്ക് എന്ന് പറയുന്ന സാധനം ഞാൻ തൊടാറ് പോലും ഇല്ല. I still don't go there. പക്ഷെ ആ പാട്ടിറങ്ങി എൻ്റെ അടുത്ത ദിവസം രാവിലെ എനിക്ക്, അതായത് വെറുതെ ആ പാട്ട് പാടി എന്നുള്ളതിന് എനിക്ക് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, മെസ്സഞ്ചറിൽ 68 മെസ്സേജ് ആയിരുന്നു ഓൺ ഫേസ്ബുക്ക് മെസ്സഞ്ചർ. എല്ലാം തെറി.
എല്ലാം പച്ചത്തെറി. എന്നിട്ട് എനിക്ക് മനസ്സിലാവണ്ടേ എന്തിനാന്ന്. ഐ വാസ് ലൈക്ക് ഷെടാ പാട്ട് പാടി ഇനി പിന്നെന്തിന് ചീത്ത വിളിക്കണേ. ഐ സാങ് എ സോങ്, ഐ വാസ് ആസ്ക്ഡ് ടു സിംഗ് ആൻഡ് ദാറ്റ് ടു. ഇപ്പം പറഞ്ഞില്ല ഇത് ആഘോഷിക്കണോ വേണ്ട, ആ ഡിലെമ്മ ഐ സ്റ്റിൽ ഹാവ്. ഐ ടിൽ ടുഡേ ഹാവ്. സെയിം. ഇപ്പം ഞാൻ നേരത്തെ പ്രിയോട് പറഞ്ഞില്ലേ, വെൻ ഐ ഹാവ് പീപ്പിൾ കമ്മിങ് ഇൻ, എൻ്റെ ഫ്രണ്ട്സാണ് യൂഷ്വലി. ഞാൻ എന്നെ ഇന്ന് വരെയും പ്ലേ ബാക്ക് സിംഗറിന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. പക്ഷെ ആൾക്കാർ വന്നിട്ട് നീതു പ്ലേ ബാക്ക് സിംഗർ ആട്ടോ, ഫ്രീക്ക് പെണ്ണെ നീതു ആ പാടിയെ എന്ന് പറയുന്ന ഉടനെ ഞാൻ മറ്റേ തല്ലരുത് ആ സാധനം എനിക്ക് അറിയാണ്ട് വരും. പക്ഷെ പിന്നീട് ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ ആലോചിക്കും, ഞാൻ എന്തിനാണ് ഇങ്ങനെ ഡിഫെൻസീവ് ആവണേ? ഐ ഷുഡ് ബി പ്രൗഡ് ഓഫ് ദ സോങ്. ഐ യു ഓവർ ഇറ്റ് കംപ്ലീറ്റ്ലി നൗ? ഓർ ബിക്കോസ് ഐ എം നോട്ട്, ഐ എം സ്റ്റിൽ മെസ്ഡ് അപ്പ് വിത്ത് ഓൾ ദിസ്. സർട്ടൻ തിങ്സ് എന്താ പറയുക, നമുക്ക് ആലോചിക്കാൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ, there's a tendency for you to completely just shut off, അല്ലെ ഇങ്ങനെ മൈൻഡ് ഇങ്ങനെ ബ്ലോക്ക് ഔട്ട് ചെയ്യാനുള്ളൊരു to master that. yeah. So yeah, I've mastered that in the past 4 years. So I don't revisit these things. ഞാൻ അതിനെപ്പറ്റി ആലോചിക്കാറുമില്ല, ഗ്രഡ്ജ് ഹോൾഡ് ചെയ്യാറില്ല, അങ്ങനത്തെ ഒന്നുമില്ല. സോ മൈ ഓൺലി തിങ് ഈസ് നെക്സ്റ്റ് എന്താണ്, ഹൗ ഡു വി മൂവ് ഫോർവേഡ് എന്നുള്ളത് മാത്രമേ ഞാൻ ആലോചിക്കാറുള്ളൂ. സോ വാട്ട് എവേഴ്സ് ഹാപ്പൻഡ് ഇസ് ഹാപ്പൻഡ് ആൻഡ് ഐ എം ഷുവർ അതിൽ നിന്ന് പഠിക്കാനുള്ളതൊക്കെ ഐ ഹവ് ലേൺഡ്, ഐ ഹവ് ഗെയിൻഡ് പെർസ്പെക്റ്റീവ്, ഇനഫ് ആൻഡ് മോർ എക്സ്പോഷർ കിട്ടിയിട്ടുണ്ട്. സോ ഐ ഫീൽ ലൈക്ക് എൻ്റെ ഏജിൽ എന്തൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമോ അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അത്രയും പേഷ്യൻസ്, ടോളറൻസ്, maturity, perspective and everything I've gained because these things happened to me. And you write a lot. I really wanted to come back to that also. your ഈ രാത്രിയുള്ള മിഡ് നൈറ്റ് സ്ക്രിബ്ലിങ്സ് ആണ് പ്രിയയുടെ ഒരു ഹരം. അത് സൂക്ഷിച്ച് വായിക്കുകയും സൂക്ഷിച്ച് നോക്കുകയും ചെയ്യുന്ന ആൾക്കാർക്ക് ഐ തിങ്ക് ഇഫ് യു റീഡ് ബിറ്റ്വീൻ ദ ലൈൻസ് കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടും. പക്ഷെ ഞാൻ എല്ലാം ഒന്നും ഇപ്പൊ ഇവിടെ തൽക്കാലം പറയുന്നില്ല. അത് ഇരുന്ന് വായിക്കുന്നവർ ഇരുന്ന് വായിച്ച് മനസ്സിലാക്കണമെങ്കിൽ മനസ്സിലാക്കിക്കോ. പക്ഷെ ആ മിഡ് നൈറ്റ് സ്ക്രിബിൾസിന്റെ സാധനം വായിക്കുമ്പോഴും ദാറ്റ് ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു കോൺവെർസേഷൻ ഇപ്പൊ ഇത്രയും വർഷത്തിന് ശേഷം റെലവെന്റ് ആയിരിക്കുമോ എന്നുള്ളൊരു ചോദ്യം എനിക്കുണ്ടായിരുന്നു. വുഡ് പ്രിയ ഈവൻ വോണ്ട് ടു ടോക്ക് അബൌട്ട് ദിസ്? ഇത്രയും കാലമായില്ലേ. പക്ഷെ എനിക്കത് കാലമായാലും ഐ തിങ്ക് യു ഷുഡ് ടോക്ക് അബൌട്ട് എന്ന് തോന്നാനുള്ള കാരണം ചിലപ്പോൾ പ്രിയയുടെ കുറച്ച് സ്ക്രിബിൾസ് ആയിരിക്കാം. ബിക്കോസ് എവിടെയോ അതിൻ്റെ ഉള്ളിൽ, അതിൻ്റെ അടിയിൽ ദിസ് ഈസ് നോട്ട് ഐ മീൻ യു മൈറ്റ് ഹാവ് ബ്ലാക്ക്ഡ് ഇറ്റ് ഔട്ട്, പക്ഷെ ദിസ് ഈസ് നോട്ട് കംപ്ലീറ്റ്ലി ലെഫ്റ്റ് യു എന്നുള്ളൊരു ഫീലിംഗ് എനിക്ക് വന്നിട്ട്. ഡെഫിനറ്റ്ലി ഇപ്പോൾ ഈ തോട്ട്സ് ഒക്കെ ബ്ലോക്ക് ഔട്ട് ചെയ്യുന്നത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഓപ്ഷൻ ആണോ എന്ന് ചോദിച്ചാൽ അല്ല. Definitely you have to deal with it, you have to address the issue, you have to find ഒരു റെസൊല്യൂഷൻ, അത് റിസോൾവ് ചെയ്ത് ഹീൽ ചെയ്ത് മുന്നോട്ട് പോകാന്നുള്ളതാണ്. ഈ പറഞ്ഞ പോലെ മിഡ് നൈറ്റ് സ്ക്രിബിളിങ്സിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഐ റിമെമ്പർ റൈറ്റിംഗ് സംതിങ് ലൈക്ക് be kind but just not too much. Why so? You can be kind, പക്ഷേ അത് വല്ലാതെ ആകുമ്പോഴും people have the tendency of taking you for granted. അപ്പോൾ you have to put yourself first. You have to be kind to yourself. നമ്മൾ പലപ്പോഴും we have the tendency of, ഇപ്പോൾ ഈ എംപത്തീൻ്റെ ഒക്കെ പ്രശ്നം പറഞ്ഞില്ലേ, ഐ എം ഓൾസോ എ വെരി ഇമോഷണൽ പേഴ്സൺ. അപ്പോൾ ഈ എംപത്തിയും സിമ്പത്തിയും കൈൻഡ്നെസ്സും ഒക്കെ കാരണം നമ്മളെ പറ്റി ആലോചിക്കാൻ മറന്നു. വി ആർ പുട്ടിങ് അതർ പീപ്പിൾ ഫസ്റ്റ്. ദാറ്റ്സ് എ പ്രോബ്ലം. So this is this cadaver sort of attitude of media, and I'm sorry, I'm calling you guys out here. I really don't care. But they know what sells. Yeah. They know exactly what sells. And adine ആരെയൊക്കെ വലിച്ച് നിലത്തിടണമെങ്കിലും ആരുടെയൊക്കെ ശ്വാസം മുട്ടിക്കണമെങ്കിലും it will be ruthlessly done. Yeah. I remember you having to go through an interview regarding something that happened in the parliament. അങ്ങനെ എന്തോ ഒരു ചോദ്യമൊക്കെ ചോദിച്ചാൽ I was like, dude, why dude? ഈ സിറ്റുവേഷൻ ഒക്കെ ഭയങ്കര കോമഡി ആട്ടോ. കാരണം I went to college. ഞാൻ രാവിലെ എഴുന്നേറ്റ് കോളേജിൽ പോയി ഞാൻ
കോളേജ് ബസ്സിൽ നിന്ന് തിരിച്ചിറങ്ങി നടന്നു വരുമ്പോൾ എൻ്റെ ഫ്ലാറ്റിൻ്റെ അടിയിൽ കുറേ മീഡിയ ആൾക്കാർ നിൽക്കുന്നുണ്ട്. അപ്പം എന്താ സംഭവം ഒന്നും അറിയില്ല. ഐ ഡോണ്ട് നോ വൈ ദേ ദേർ. ബിക്കോസ് ഈ വിങ്കിൻ്റെ ഇതൊക്കെ ഒന്ന് ശമിച്ചോ വന്ന സമയമാണ്. അപ്പം ഞാൻ വീട്ടിൽ കയറി പോയപ്പോൾ ദേ ഓൾ ലൈക്ക് ഫോളോഡ് മീ ആൻഡ് ദെൻ ദേ വർ ടോക്കിംഗ് ടു മൈ പേരൻസ്. ഇങ്ങനെ ഇൻ്റർവ്യൂ വേണം, അതാണ് ഇതാണ്. സോ വി വർ ഓൾ ലൈക്ക് എന്തിന്, വിവ് ഗിവൻ യു ലൈക്ക് ഇനഫ് ഇൻ്റർവ്യൂസ്, വാട്ട് ഇസ് ദിസ് അബൌട്ട് നൗ? അപ്പോഴാണ് അതിലത്തെ ഒരാൾ പറയണത്, he showed the video of where Rahul Gandhi was winking in the parliament or something, and they were like, we need your response. And I'm like, ഞാനിപ്പോൾ എന്താ പറയണ്ടേ? ആരെങ്കിലുമൊക്കെ കണ്ണടിച്ചു വെച്ചിട്ട് ഞാനെന്ത് പറയും? ഈ നാട്ടിൽ ഇനി ആര് വിങ്ക് ചെയ്താലും അത് എൻ്റെ ഉത്തരവാദിത്വമാണ്. I mean, Laletan's been winking since forever. അതെ. But then I just don't understand. നിങ്ങളായിട്ട് തന്നെ ഇതിനെ വലിയൊരു സംഭവമാക്കി. And then how do you respond in such a situation? I have no clue, Priya. I really don't. I'm like, എനിക്കിവർ വീഡിയോ കാണിച്ചു തന്നിട്ട് പറയാണ്, പുള്ളി വിങ്ക് ചെയ്തു, പ്രിയ എന്തെങ്കിലും പറയണം. ആൻഡ് വാട്ട് ഇവർ ക്യാമറയും പിടിച്ച് നിൽക്കുകയാണ് എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ. നമ്മളെന്താ പറയാ? I was like, I'm glad Rahul Gandhi winked. What else do you say? സന്തോഷം നന്നായിട്ട് വിങ്ക് ചെയ്തു, കുറച്ചും കൂടി ആംഗിൾ കൂട്ടായിരുന്നു. ഞാൻ അത്രേ പറഞ്ഞുള്ളൂ. And you know what these people put up? They were like, Priya's glad that Rahul Gandhi copied her wink. Yeah, I know. I remember this. I never said anywhere that he copied my wink. I was like, കണ്ണടിച്ചോ, നന്നായി, നല്ല കാര്യം, ഇത്രേ ഞാൻ പറയുള്ളൂ. അത് പ്രിയക്ക് മാത്രം എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ജെസ്ചർ ആണെന്നാണ് എല്ലാരും കോപ്പീഡ് അവിടെ. ഞാൻ പറഞ്ഞിട്ട് തന്നെ ഇല്ല. ആൻഡ് ദെൻ പീപ്പിൾ ആർ ലൈക്ക്, ഇതെന്ത് ഇവളുടെ മാത്രം ഇതാണോ, അങ്ങനത്തെ പിന്നെ കമന്റ്സ് ഒബ്വിയസ്ലി വരുമല്ലോ. I remember a lot of instances where things were blown out of proportion for no reason in your context. I don't remember which award show this was where ആ വീഡിയോ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. You were wearing a big gown. ഞാൻ പോയ അവാർഡ് ഷോസ് ഒക്കെ ഇതിക്ക് particularly ഓർമ്മ. You were wearing a big gown and the stylist, I don't remember who it was, the stylist actually helped you hold the gown. And ഇതിന്റെ അടിയിൽ വന്ന കമന്റ്സ് ഇതൊക്കെ എഴുതി വിട്ട ചേട്ടൻ. I remember the comments. ഇവള് ഇത്ര വലിയ സൂപ്പർ സ്റ്റാർ, അവളുടെ ഡ്രസ്സ് പിടിക്കാൻ ആൾക്കാർ വേണം. അതായത് ഇത് ആൾക്കാർക്ക് മനസ്സിലാവാത്ത കാര്യമാണ്. the weight that this thing has. ഒരു സാധാരണ ലെഹങ്ക ഇട്ടാൽ പോലും നേരാവണ്ണം നടക്കാണ്ട് ഒരു മൂലയ്ക്ക് ഇരിക്കുന്നതാണ് നമ്മൾ മിക്കവരും. ആ ഡ്രസ്സിന്റെ വെയിറ്റ് പോലും ആയിരുന്നില്ല പ്രശ്നം. ഇറ്റ് വാസ് എ ഹ്യൂജ് ഗൗൺ. ആൻഡ് ആൾക്കാർക്കൊന്നും അറിയണ്ടല്ലോ, ഇതിൻ്റെ അകത്ത് നമ്മൾ ഈ ഹൂല ഹൂപ്പില്ലേ, അതുപോലത്തെ ഒരു കമ്പി ഉണ്ട് ഇവിടെ എൻ്റെ മുട്ടിൻ്റെ തൊട്ട് താഴെയായിട്ട്. ഇറ്റ് ഇസ് സ്റ്റിച്ച് ടു ദാറ്റ് ഗൗൺ. ഇങ്ങനെ ബോൾ ഗൗൺ പോലെ നിൽക്കാൻ വേണ്ടിയിട്ട് ഇറ്റ് സ്റ്റിച്ച് ടു ദാറ്റ് ഗൗൺ. ആൻഡ് ഐ ക്യാൻ ബാർലി ടേക്ക് 2 steps. എനിക്ക് 2 steps നടക്കാൻ പറ്റുന്നില്ല, കാരണം ഈ കമ്പിയുടെ ഇടയിലാണ് ഞാൻ നടക്കണേ. സോ സംബഡി ഹാസ് ടു ഹോൾഡ് ഇറ്റ്, അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് നടക്കാൻ പറ്റില്ല. ഐ എം വെയറിങ് ഹീൽസ്, ഐ എം വെയറിങ് എ 10 kilo gown, and there's a kambi that is, hitting my leg all the time I'm taking a step. Obviously, and what is the big deal? It's the stylist's job to help you. ഇതിപ്പോ ഇവിടെ നടന്നുകൊണ്ടാണ് ഇത് ഇത്രയും വലിയൊരു വിഷയമായിട്ട് അവർ സംസാരിച്ചത്. യു സി ഇപ്പൊ ബോളിവുഡിലൊക്കെ അവാർഡ് ഫംഗ്ഷൻസിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു മെറ്റ് ഗാല ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ യു സീ ദ സ്റ്റൈലിസ്റ്റ് ക്യാരിയിങ് ദ 8 പേരൊക്കെ കാണുമ്പോൾ അത് പിടിച്ചു കൊണ്ട് വെച്ച് കൊടുക്കുക എന്നുള്ളത്, ദാറ്റ്സ് വാട്ട് ദേ ഡു, ദാറ്റ്സ് ദെയർ ജോബ്. ആൻഡ് ഓണസ്റ്റ്ലി എനിക്കൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒരാളെ കൊണ്ടത് പിടിപ്പിക്കില്ല. അങ്ങനെ അതിന്റെ ആവശ്യമില്ലല്ലോ, നമുക്ക് നമ്മുടെ ഡ്രസ്സ് ക്യാരി ചെയ്യാൻ അറിയില്ലേ. But I genuinely want to know, at that age when you have these people talking to you about, I mean, I'm 150% sure അതൊരു പ്രശ്നമാവുമെന്ന് വിചാരിച്ചല്ല പ്രിയ നമ്മുടെ പരിപാടിക്ക് പോണേ. പക്ഷെ you heard all the ruckus after this, no? Of course. What did that do to you? അപ്പോൾ തന്നെ were you like, okay, this is fine? അതോ അല്ലല്ല, ഒബ്വിയസ്ലി ഇപ്പം ഇതൊക്കെ ഇനീഷ്യൽ സ്റ്റേജ് അല്ലേ. അപ്പം ആ സമയത്ത് ഇങ്ങനെ എന്താ പറയുക, ബാക്ക് ടു ബാക്ക് ട്രോൾസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ്
obviously and I used to feel low all the time. Like self-doubtൻ്റെ ഒരു കുളത്തിൽ മുങ്ങി കുളിക്കുകയായിരുന്നു ഞാൻ ഫുൾ ടൈം. ബിക്കോസ് ഐ എം ക്വസ്റ്റ്യനിങ് മൈ സെൽഫ്. ഞാൻ ഇത് ഈ ഇൻഡസ്ട്രി ചൂസ് ചെയ്തത് ശരിയായ ഡിസിഷനാണോ? ആം ഐ മെൻ ടു ബി ആൻ ആക്ടർ? ഷുഡ് ഐ ബി ഡൂയിങ് ദിസ്? ഷുഡ് ഐ ജസ്റ്റ് കോൾ ഇറ്റ് ക്വിറ്റ്സ് ആൻഡ് ഗോ പെർസ്യൂ സ്റ്റഡിയിങ് ഓർ whatever? ഇതൊക്കെയാണ് ആ സമയത്ത് എൻ്റെ തോട്ട്സ്. ലൈക്ക് വെരി ജെന്യുവൻലി ഐ ഹവ് കൺസിഡേർഡ് ഇതൊക്കെ മതി നിർത്തി പോവാന്നുള്ളതൊക്കെ കൺസിഡർ ചെയ്തിട്ടുണ്ടോ? I used to like tell my parents, I'm like, it's too much, like overwhelming ആണ് ഈ എന്താ പറയുക ഒരു 500 കമൻസ് ഒക്കെ ഇങ്ങനെ കാണുമ്പോൾ കണ്ടിന്യൂസ്ലി ആൻഡ് ഡെയിലി പുതിയ പുതിയ ട്രോൾസ്. ആൻഡ് ഇത് ഈ ഡ്രസ്സിൻ്റെ ഇഷ്യൂ ഞാൻ ന്യൂസ് പേപ്പറിലാണ് വായിക്കണേ. പത്രത്തിലൊക്കെ വരണേ അത്രയ്ക്ക് വാർത്തയ്ക്ക് ക്ഷമ വരുന്നു. ഐ ഡോണ്ട് എന്താ എന്തോ ഒരു ടൈറ്റിൽ ഡ്രസ്സ് പിടിച്ചു കൊടുക്കാൻ ആളെന്നോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ടാണ് ഞാനൊരു ഇത്രയും വലിയൊരു ആർട്ടിക്കിൾ കാണുന്നത്. വാട്ട് ഈസ് ഹാപ്പനിങ്? ആ സമയത്ത് നമുക്ക് ഹൗ ഡു വി റെസ്പോണ്ട് ടു ഇറ്റ്? വേണമെങ്കിൽ എനിക്കൊരു ലൈവ് പോയിരുന്നു സെയിങ് ലിസൺ ഗൈസ് മൈ ഡ്രസ് വാസ് ലൈക്ക് 10 കിലോ ഇങ്ങനെ കമ്പി ഉണ്ടായിരുന്നു. You never responded. I don't remember you saying anything. I never responded to anything. അപ്പൊ എനിക്കെതിരെ അങ്ങനെ പറഞ്ഞതാണോ പ്രിയയോട് റിയാക്ട് ചെയ്യേണ്ടെന്ന് പറഞ്ഞാണോ? Was that something you took? It was my decision. ഞാനും എന്താ പറയാ എന്തെങ്കിലും ഈവൻ നൗ വളരെ അത്യാവശ്യമാണെന്ന് തോന്നുന്ന സമയത്ത് മാത്രം പ്രതികരിക്കുന്ന ഒരാളാണ് ഞാൻ. അല്ലാന്നുണ്ടെങ്കിൽ ഞാനുണ്ട് എൻ്റെ കാര്യമുണ്ട് എന്ന് പറഞ്ഞ് നടക്കും. കാരണം യു നെവർ നോ. ഇപ്പം ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതായിരിക്കും അടുത്ത പ്രശ്നം. സോ ഐ ഡോണ്ട് വാണ്ട് ടു ഇൻഡൾജ് ഇൻ ദാറ്റ് ഓൺലി. But you shouldn't have to feel അങ്ങനെ ചിന്തിക്കേണ്ടി വരുന്നു എന്നുള്ളത് തന്നെ It's sad. Obviously it's sad. Like ഇപ്പം ഞാൻ പറയണത് that I've gotten used to trolls എന്ന് പറഞ്ഞാൽ what a sad statement that is. Why should anybody get used to trolls? Nobody should. Why should anybody get used to bullying? It's not right. But then this is what you do. You're in this industry, you're in this profession. It is part and parcel എന്നുള്ളത് accept ചെയ്യാന്നുള്ളത് ഓപ്ഷൻ ഉള്ളൂ. പക്ഷെ ഞാൻ അവിടെയാണ് പറയുന്നത് it shouldn't be part and parcel of this. ഞാൻ പറയുന്നത് നമ്മളിപ്പോൾ കുറേ കാലമായിട്ട് ഈ ഇൻഡസ്ട്രിയുടെ ഭാഗമാണ്, അല്ലെ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജോലിയുടെ ഭാഗമാണ് ഈ പറയുന്ന തിരിച്ചടികൾ, നിങ്ങൾക്ക് കിട്ടുന്ന നെഗറ്റീവ്സ്, ആൾക്കാർ നിങ്ങളുടെ ബോഡീനെ കുറ്റം പറയുന്നത്, അത് ഇത്. I'm saying I don't understand why we normalize this. This is where I would like to come back to my point where these things are not in our control. ഇപ്പം എനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ വലിയ കാര്യത്തിൽ ഐ എം ഗോണ മേക്ക് എ ചേഞ്ച് എന്ന് പറഞ്ഞിട്ട് തുടങ്ങാം. ബട്ട് ദെയർസ് നോ പോയിന്റ്. ചേഞ്ച് ഹാസ് ടു കം ഫ്രം വിത്തിൻ. ഇപ്പോൾ സൊസൈറ്റി മൊത്തം മാറണമെന്നുണ്ടെങ്കിൽ യു ആർ പാർട്ട് ഓഫ് ദ സൊസൈറ്റി, ഐ എം പാർട്ട് ഓഫ് ദ സൊസൈറ്റി. നിങ്ങൾ മാറണമെന്ന് നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്തിട്ട് കാര്യമില്ല. യു യുവർ സെൽഫ് ടു ചേഞ്ച് ഫസ്റ്റ്. നിങ്ങൾ വീട്ടുകാരെ മാറ്റണം. അവരുടെ യു ഹാവ് ടു ട്രൈ ആൻഡ് എക്സ്പ്ലെയിൻ വാട്ട് ദിസ് ഈസ് അല്ലെങ്കിൽ ഒരു പെർസ്പെക്റ്റീവ്. And mob mentality is another thing. Oh, it's a huge problem. Especially നമ്മുടെ നാട്ടിൽ ഇറ്റ്സ് എ ഹ്യൂജ് തിങ്. ഇപ്പോൾ ഒരു 10 പേര് എന്നെ ക്രിട്ടിസൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പുറകെ വരുന്ന ആ ഒരു ഇനിഷ്യൽ 10 പേര് എന്താ പറയുന്നതെന്ന് വെച്ചാൽ അത് അങ്ങോട്ട് കണ്ടിന്യൂ ആവുള്ളൂ. ആർക്കും ഇൻഡിവിജ്വാലിറ്റി അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു അഭിപ്രായം എന്നുള്ളതില്ല. കൂട്ടത്തിൽ എന്താ പറയുന്നത് അതിൻ്റെ കൂട്ടത്തിൽ നമ്മളും കുറച്ച് ആഡ് ചെയ്യുക എന്നുള്ള സംഭവം മാത്രമേ ഉള്ളൂ. ഇല്ല, ഇതിപ്പോൾ നമ്മൾ അഗൈൻ കമ്മിങ് ബാക്ക് ടു ദ കോൺവെർസേഷൻ തുടങ്ങി ആ പാട്ടിന്റെ സാധനത്തിലൂടെ തിരിച്ചു വരുമ്പോഴും 5 വർഷം കഴിഞ്ഞ പാട്ട് ഇറങ്ങിയിട്ട് ഇപ്പോഴും ഫ്രീക്ക് പെണ്ണ് എന്ന് പറയുമ്പോഴത്തേനും ആൾക്കാർ ഇമ്മീഡിയറ്റ്ലി ഒന്ന് നെറ്റിച്ചു കൊടുക്കും. അപ്പൊ പക്ഷെ ഞാൻ തിരിച്ചു ചോദിക്കാം, എന്താ ഏട്ടാ പാട്ടിന്റെ പ്രശ്നം? അല്ല, അങ്ങനെ പ്രശ്നമൊന്നും. നെറ്റ് ചുളിക്കുന്ന ആൾക്കാർ തന്നെയാണ് ഈ ഫ്രീക്ക് പെണ്ണെ പിന്നെ പോയിരുന്ന് കേൾക്കുന്നത്. അതെ അതെ. ലൈക്ക് മോസ്റ്റ് ഡിസ്ലൈക്ഡ് സോങ് എന്നൊക്കെ അവർ പറയുമെങ്കിലും ഐ ഹാവ് പേഴ്സണലി സീൻ പീപ്പിൾ ടോക്ക് ബാഡ് അബൌട്ട് ദ സോങ് ആൻഡ് ജാം ടു ഇറ്റ്. സോ ഡബിൾ സ്റ്റാൻഡേർഡ്സ് ആണ്. എല്ലാവരും പാട്ട് ഇഷ്ടമായില്ല എന്ന് പറയുന്നതുകൊണ്ട് നമ്മളും പാട്ട് ഇഷ്ടമായില്ല എന്ന് പറയാം. ബട്ട് ദെൻ യു ആർ ജാമിങ് ടു ഇറ്റ് ഇൻ യുവർ കാർ. It's just that you want to fit in, That's what. അതാണ് സത്യം. Nobody wants to stand out. It's so sad.
എല്ലാവർക്കും മറ്റേ കൂട്ടത്തിൽ കൂടിയാൽ മതി, ആർക്കും സ്റ്റാൻഡ് ഔട്ട് ചെയ്യണം. ആൻഡ് സിൻസ് ഐ റിമെമ്പർ I have been somebody who constantly says, I don't want to fit in, I want to stand out. I want to stand out കാരണം എല്ലാവരെയും പോലായിട്ട് എന്താ കാര്യം? What's the fun in it? Yeah. You have your own individuality, you're your own person, so then act like it. No, നമ്മുടെ വീടുകളിലാട്ടെ, നമ്മുടെ സ്കൂളുകളിലാട്ടെ, നമ്മുടെ കോളേജുകളിലാട്ടെ, you were never taught to stand out. You're always taught to fit in. Yes. ഇപ്പം എൻ്റെ കോളേജിലൊക്കെ ആണെങ്കിലും അല്ലെ എൻ്റെ സ്കൂളുകളിലാണെങ്കിലും കുറച്ച് വ്യത്യസ്തമായിട്ട് നിൽക്കുന്ന ഒരു ഈ സ്പാർക്ക് എന്ന് പറയുന്ന സാധനം ചിലപ്പോൾ അഡീഷണലി ഉള്ള കുട്ടികളെ ആദ്യത്തെ 2 മാസത്തിനുള്ളിൽ എങ്ങനെ അടിച്ച് മൂലക്കിടാമെന്നുള്ളതിൽ ട്രെയിനിങ് എടുത്ത കുറച്ച് ആൾക്കാരുണ്ട് ഈ സ്ഥാപനത്തിലൊക്കെ. I have been prone to this. My entire 4 years of college was absolute ഡിസാസ്റ്റർ. അതായത് ഞാൻ ഇന്നീ പിള്ളേരോടൊന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞത് അതും പറഞ്ഞിട്ടാണ്. ഇപ്പൊ പ്രിയ പറഞ്ഞ പോലെ ഐ ഹാവ് മൂവ്ഡ് അഹെഡ് ഇൻ മൈ ലൈഫ്, ഐ ഹാവ് ഗോട്ടൺ തിങ്സ് ഡൺ, ഐ എം സിറ്റിംഗ് ഇൻ എ പ്ലേസ് ദാറ്റ് ഐ ബിൽഡ്, ബട്ട് സ്റ്റിൽ ആ സാധനം പോയിട്ടില്ല, എൻ്റെ മനസ്സിൽ നിന്ന് അത് പോകുന്നില്ല. കാരണം എന്നെ അത് അങ്ങനെ ബാധിച്ചിട്ടുണ്ട്. ഇപ്പൊ പറഞ്ഞ മോബ് മെന്റാലിറ്റി ഓർ ഫിറ്റിംഗ് ഇൻ, ഇപ്പൊ ഈ മോബ് മെന്റാലിറ്റി ഈസ് അപ്രീഷിയേറ്റഡ് ഇൻ അവർ കോളേജസ്. ഐ ഡോണ്ട് നോ ഇഫ് എനിബഡി റിയലൈസസ്. What is this whole nonsense with Freshers Day and ragging and it's all mob mentality only, no? Yeah. അത് തന്നെയാണല്ലോ ഈ എംഫസൈസ് ചെയ്തുകൊണ്ടിരിക്കണേ. എനിക്കിത് എന്താ പറയുക, ഐ റിയലൈസ് ദിസ് ഇൻ സ്കൂൾ ഓൺലി. ഞാനിപ്പോൾ ഇത്രയൊക്കെ ഞാൻ ഡീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഐ തിങ്ക് ഐ വാസ് പ്രിപ്പയർഡ് ഫോർ ഇറ്റ് സിൻസ് സ്കൂൾ. ഡെഫിനറ്റ്ലി യു ആർ പ്രിയ. ഐ എം ടെല്ലിങ് യു. കാരണം ഞാൻ ഇന്ന് ഇതിന് ഈ കണ്ടന്റിന് ഞങ്ങൾ പ്രെപ്പ് ചെയ്യുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഇസ്, പ്രിയയുടെ സ്ഥാനത്ത് വേറെ ആരായിരുന്നെങ്കിലും ഒന്നെങ്കിൽ ഈ ഇൻഡസ്ട്രി ഇട്ടിട്ട് പോയേനെ, അല്ലെങ്കിൽ മൊത്തത്തിൽ എല്ലാം നിർത്തിയിട്ടിട്ട് പോയേനെ. കാരണം 16, 17, 18 വയസ്സിൽ വെറുതെ ചില്ല് ചെയ്ത് അടിച്ചു പൊളിച്ച് നടക്കേണ്ട സമയത്ത് all you had to deal with is trolls and media and you did this, you did that, അവിടെ നിന്നു ഇവിടെ നിന്നു, അങ്ങനെ നോക്കി ഇങ്ങനെ ചിരിച്ചു, അതിനെല്ലാത്തിനും ഒരു ആവശ്യമില്ലാത്ത ചീത്തോളി. ഇതൊക്കെ അപ്പാർട്ട് ഫ്രം ഓൾ ദിസ്, എനിക്കിപ്പോൾ ഇവർ എൻ്റെ ചുറ്റുമുള്ള ഈ നോയ്സ് ഉണ്ടല്ലോ, അതിപ്പോൾ ഐ നെവർ ലെറ്റ് ഇറ്റ് ഗെറ്റ് ഇൻ ടു മൈ ഹെഡ് ടു മച്ച്. ഇവരെന്നെ എടുത്ത് ഭയങ്കര ഹൈപ്പാക്കിയ സമയത്തും ഞാൻ അതിനെ ഭയങ്കരമായിട്ട് എനിക്ക് ഭയങ്കര ഹൈപ്പാണെന്നുള്ള സംഭവം എനിക്ക് ഒരിക്കലും ഫീൽ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ദാറ്റ് ഡൗൺഫോൾ വാസ് what kept you so grounded up? It was okay for me. ഞാനിപ്പോൾ ഭയങ്കര വലിയൊരു കൊമ്പത്ത് കയറി ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ആ ഡൗൺഫോൾ എനിക്ക് മേ ബി ഭയങ്കര പ്രശ്നമായേനെ, ഡീൽ ചെയ്യാൻ പറ്റാതായേനെ. ബട്ട് ഞാൻ അത്രയും ഐ നെവർ ഫെൽറ്റ് ലൈക്ക് ദിസ് ഇസ് എ ഹ്യൂജ് തിങ്. എന്തൊരു പ്രശ്നമാണെങ്കിലും ഐ ജസ്റ്റ് കം ടു ദ കൺക്ലൂഷൻ വെയർ ലെറ്റ് മൈ വർക്ക് സ്പീക്ക് ഫോർ മീ. ഞാൻ സംസാരിക്കേണ്ട ആവശ്യമേ വരുന്നില്ല. ബിക്കോസ് ഐ ആം എ പേഴ്സണൽ, എൻ്റെ പേഴ്സണൽ കാര്യം, അല്ലെങ്കിൽ ആസ് എ പേഴ്സൺ ഐ എം എ ഡിഫറെൻറ്റ് എൻറ്റിറ്റി. അവിടെ എൻ്റെ പ്രൊഫഷണൽ കാര്യത്തിൽ ഞാൻ സംസാരിക്കേണ്ട ആവശ്യമേ ഇല്ല. ലെറ്റ് മൈ വർക്ക് സ്പീക്ക് ഫോർ മീ. If you have your heart at the right place, I think it's all gonna. Yeah, and if your intentions are good, like എനിക്കറിയാം that purposefully അങ്ങനെ I wouldn't do anything to hurt anybody, or I don't have bad intentions for anybody. So whatever you do comes back to you. അപ്പം നിങ്ങൾ നല്ല കാര്യങ്ങൾ മനസ്സിൽ വിചാരിച്ച് മുന്നോട്ട് പോവുക. at some point it's all gonna be rewarding. അത് വിശ്വസിച്ച് മുന്നോട്ട് പോകാന്നല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. Because like you said, nothing prepares you for this. No, absolutely not. ഇത് നമ്മൾ 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും ഒരു ഫാൻറ്റസി പോലെ കൊണ്ട് നടക്കുന്ന ഒരു ഡ്രീം അല്ല when you actually step into it. Yeah, true. There's so much thrown at you, so much you're not prepared for. Like it emotionally, it's like a roller coaster. It takes a toll on you every rejection. അല്ലെങ്കിൽ എല്ലാം ഇപ്പോൾ 4 വർഷത്തിൽ ഇപ്പോൾ ഒരു 40 പടത്തിന് വേണ്ടി ഞാൻ ഓഡിഷൻ ചെയ്തിട്ട് സെലക്ട് ആവാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ all of those auditions take a toll on you. Everything. Because you're constantly questioning yourself. You're constantly thinking if you're good enough. You're constantly doubting the decisions.
ഇത് നമുക്ക് പറ്റിയ നമ്മൾ ചെയ്യേണ്ടതാണോ. But then the only thing that keeps me going is, if I've come this far, it's not For nothing. for nothing. That's the only thing that keeps me going. If I've come this far, there is something I'm yet to do. That is the only reason that I'm here. And I genuinely hope you keep doing it, Priya. Yeah. And keep hustling, keep writing your midnight scribbles so we can decode it. And ഈ നിൽക്കുന്ന പോലെ തന്നെ 2 കാലം ഭൂമിയിൽ ഉറപ്പിച്ച് തന്നെ നിൽക്കുക. ലൈക്ക് യു സെഡ്, വേറെ എല്ലാവരുടെയും മനസ്സൊന്നും നമ്മുടെ കയ്യിലല്ല. ഇറ്റ്സ് നോട്ട് ഇൻ അവർ കൺട്രോൾ. ബട്ട് വട്ട് എവർ യു റേഡിയേറ്റ് ഔട്ട്, ദാറ്റ് ഇസ് ഡെഫിനറ്റ്ലി ഇൻ യുവർ കൺട്രോൾ. ആൻഡ് ഞാൻ ഇവിടെ ഈ ഒരു സ്ഥലത്ത് വെച്ചുകൊണ്ട് പറയാണ്, a couple of years down the line, ഇപ്പം ആൾക്കാർ വിളിക്കുന്നതല്ലാതെ ശരിക്കും സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ലെറ്റ് മീ ആക്ച്വലി ഹാവ് എ കോൺവെർസേഷൻ വിത്ത് യു. ഐ എം മാനിഫെസ്റ്റിംഗ് ദിസ് ഫോർ യു റൈറ്റ് നൗ. Thank you so much, Priya, for your time. I genuinely enjoyed talking to you. Thank you so much.